അല്ല, വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ യാതൊരു പുതുമയില്ല. കാരണം മുഖ്യമന്ത്രി എന്റെ കൈ വളരെ ശുദ്ധമാണ് എന്നൊക്കെ കൈ നിവർത്തി കാണിച്ചതുകൊണ്ട് കാര്യമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് 2 കരാറുണ്ടാക്കി, 2 കമ്പനികൾ കരാറുണ്ടാക്കി. എന്റെ ഭാര്യ അവര് പിരിഞ്ഞു കിട്ടിയപ്പോ കിട്ടിയ പണം കൊടുത്തിട്ട് കമ്പനി തുടങ്ങാൻ പറഞ്ഞു. ഈ കഥകൾ കൊണ്ടൊന്നും കാര്യമില്ല. 1.25 കോടി രൂപ എന്ത് സേവനം നൽകി എന്നുള്ളതിന്, എന്ത് സേവനത്തിന് പ്രത്യുപകാരമായിട്ടാണ് ഈ പണം കൈപ്പറ്റിയത് എന്നുള്ളത് കൃത്യമായിട്ട് തെളിവ് കൊടുക്കാൻ CMRLന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ പുതിയ ഉത്തരവ് വളരെ കൃത്യമായിട്ട് അന്വേഷണം, കൂടുതൽ കർശനമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഭാര്യയെ വേട്ടയാടുന്നു, മകളെ വേട്ടയാടുന്നു, ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ CPMകാർ പോലും ഇനി വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത്തരം കോമഡികൾ ഇനി അവസാനിപ്പിച്ചുകൊണ്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. കേന്ദ്രവേട്ട എന്നുള്ള പതിവ് പല്ലവി, ആ പതിവ് പല്ലവി അവസാനിപ്പിക്കുകയാണ് നല്ലത്. രണ്ടാമത്തെ കാര്യം എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്, പ്രതിപക്ഷ നേതാവ് ഇന്നലെയാണ് ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിച്ചത്. ഇത്രയും കാലം പ്രതിപക്ഷ നേതാവിന് അത് ഉന്നയിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇനിയെങ്കിലും നരേന്ദ്രമോദിയുടെ കൈപിടിച്ചു, അതോടുകൂടി ഒത്തുതീർപ്പായി എന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ പ്രാധാന്യമെങ്കിലും അദ്ദേഹം ഉൾക്കൊള്ളണം. നരേന്ദ്രമോദി സർക്കാരിൽ അഴിമതിക്കാർക്ക് ആർക്കും ഒരു വിധത്തിലുള്ള രക്ഷയും കിട്ടില്ല. ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കേണ്ടി വരും. അതുകൊണ്ട് സതീശൻ ഇനിയെങ്കിലും BJPയും കോൺഗ്രസും തമ്മിൽ, BJPയും CPMും തമ്മിൽ ധാരണ എന്നുള്ള പ്രചരണം, ആ പ്രചരണം അവസാനിപ്പിക്കണം. ഇന്ത്യ സഖ്യം കേരളത്തിൽ തുടരുന്ന ഈ പരസ്പര സഹകരണം, ആ സഹകരണം അവസാനിപ്പിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോൾ ഉള്ള ധാരണ, ആ ധാരണയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം.